ഓച്ചിറ ചങ്ങൻകുളങ്ങര മഹാദേവ ക്ഷേത്രത്തിൽ ഉത്സവത്തിന് കൊടിയേറി. തന്ത്രി പുതുമന എസ് ദാമോദരൻ പോറ്റിയുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു കൊടിയേറ്റ്. ഞങ്ങളിപ്പോൾ പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ വർഷത്തിൽ ഏതാണ്ടൊരു 50,000-നും 1 ലക്ഷത്തിനും ഇടയ്ക്ക് ഭക്തജനങ്ങൾ ഈ ആറാട്ട് ദിവസവും അതുമായി ബന്ധപ്പെട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇക്കുറി അതിൻ്റെ നേരെ ഇരട്ടി പ്രതീക്ഷിക്കുകയാണ്. ക്ഷേത്രത്തിൽ ഈ അടുത്ത സമീപ പ്രദേശത്തുള്ള ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് വലിയ ചൈതന്യവത്തായ ഒരു ബിംബസ്വരൂപമാണ് ഇവിടെ ഉള്ളത്. ധാരാളം ഭക്തജനങ്ങൾ ഓരോ വർഷവും കൂടി വരികയാണ്. ഓച്ചിറ ചങ്ങൻകുളങ്ങര മഹാദേവ ക്ഷേത്രത്തിൽ ഉത്സവത്തിന് കൊടിയേറി. ക്ഷേത്രതന്ത്രി പുതുമന എസ് ദാമോദരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു കൊടിയേറ്റ്. കൊടിയേറ്റിന് ശേഷം കൊടിക്കീഴിൽ പറസമർപ്പണവും ആരംഭിച്ചു. ആറാട്ട് ദിവസം ഉച്ചകഴിഞ്ഞ് 3 വരെ തുടർച്ചയായി കൊടിക്കീഴിൽ പറസമർപ്പിക്കാൻ കഴിയും. ഒരു കരയുടെ അല്ലെങ്കിൽ ഒട്ടനവധി ദേശത്തിൻ്റെ ഒരു ദേശദേവനായിട്ട് വാണരുളുന്ന മഹാദേവൻ്റെ ഉത്സവം ഈ നാടിനൊട്ടാകെ ഒരു ലഹരി തന്നെയാണ്. ഈ യജ്ഞത്തിൽ ഭാരവാഹികൾക്കൊപ്പം എല്ലാ ഭക്തജനങ്ങളുടെയും നിർലോഭമായ സഹായ സഹകരണങ്ങൾ ഉണ്ടായതുകൊണ്ട് മാത്രമാണ്, ഭഗവാന്റെ അനുഗ്രഹം ഉള്ളതുകൊണ്ടും മാത്രമാണ് ഇതൊക്കെ ഇവർക്ക് സാധിച്ചത്. കൊടിയേറ്റ് ചടങ്ങിൽ മേൽശാന്തി ദേവദേവൻ നമ്പൂതിരി കാർമ്മികത്വം വഹിച്ചു. കൊടിയേറ്റിന് മുന്നോടിയായി നാരായണീയ പാരായണം, നവകാഭിഷേകം, ഉച്ചപൂജ, ശ്രീബലി എന്നിവയും നടന്നു. ജനുവരി 23 മുതൽ 29 വരെ ദിവസവും ഉച്ചയ്ക്ക് അന്നദാനം, 24-ന് ഉത്സവബലി, 30-ന് ആറാട്ട് എന്നിവയും നടക്കും. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ.